നിങ്ങൾ ഒരാളെ വോട്ട് ഓരോ വോട്ടിനും പ്രത്യേകത, ഒന്ന് വിഷമുള്ളത്, ഒന്ന് വിഷമില്ലാത്തത്, ഒന്ന് പുണ്യം, മറ്റൊന്ന് അങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ തെറ്റാണ്. ഞങ്ങൾ കാണുന്നത് ബഹുജനങ്ങളെയാണ്. പാർട്ടിയുടെ പോക്കറ്റിലാണ് വോട്ട് എന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. ഇവിടെ ബഹുജനങ്ങളാണ് വോട്ടർമാർ. CPM-ന്റെ മുതിർന്ന നേതാവ് ശ്രീ EP ജയരാജൻ നമ്മളോടൊപ്പം ഇലക്ഷൻ ബസ്സിലുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ആവേശകരമായൊരു തേർഡ് ടേം എന്നുള്ള ലക്ഷ്യവും വെച്ചിട്ടാണ് LDF-ഉം CPM-ഉം ഒക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കണ്ണൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അപശബ്ദങ്ങളൊക്കെ ഉള്ളൊരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ ജില്ലയിലെയോ സംസ്ഥാനത്തെയോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? കണ്ണൂർ ജില്ലയിൽ അങ്ങനെ പ്രത്യേകിച്ച് അപശബ്ദങ്ങളൊന്നുമില്ല. LDF-നെ സംബന്ധിച്ച് വളരെ LDF-നെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ നൽകുന്ന കാലാവസ്ഥയും ചുറ്റുപാടും തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ LDF-ൻ്റെ പ്രവർത്തകന്മാരും അതുപോലെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുമെല്ലാം നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് സാധാരണ ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംഘടനാപരമായ ചുമതലകളും പ്രചരണ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമെല്ലാം സംഘടിപ്പിച്ചു വരുന്നത്. മുമ്പില്ലാത്തൊരു കാര്യം, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന വളരെ സീനിയർ നേതാവായിട്ടുള്ള 1/4 നൂറ്റാണ്ട് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള TK ഗോവിന്ദൻ മാഷ് മത്സരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. അതും പയ്യന്നൂർ, തളിപ്പറമ്പ് പോലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ. ഇപ്പോൾ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കണ്ണൂർ ജില്ലയിൽ അത് പുതിയ അനുഭവമൊന്നുമല്ല. ഇതിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമല്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എം വി രാഘവൻ പാർട്ടി നയങ്ങൾക്ക് വ്യത്യസ്തമായൊരു നയം ആവിഷ്കരിച്ച് തെറ്റായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ MV രാഘവൻ ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായി നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. MV രാഘവൻ അന്ന് ഉന്നയിച്ച പ്രശ്നം തന്നെ ഈ കോൺഗ്രസ്സാണ് മുഖ്യ ശത്രു, ആ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ലീഗുമായി കൂട്ടുകൂടണം, CPM അത്തരമൊരു മുന്നണിക്ക് തയ്യാറാകുന്നില്ല, അതുകൊണ്ട് അത് CPM-ൻ്റെ നയം തെറ്റാണ്, തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് MV രാഘവൻ പാർട്ടിക്കകത്ത് പ്രശ്നം സൃഷ്ടിച്ചത്. അത് പാർട്ടി ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു രാഷ്ട്രീയ നിഗമനമാണ്. ആ രാഷ്ട്രീയ നിഗമനത്തിൻ്റെ മേലെയാണ് പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ പാർട്ടിക്കകത്ത് അന്ന് നിങ്ങളീ കാണുന്ന പോലെയൊന്നുമല്ല. MV രാഘവൻ പാർട്ടിയുടെ വളരെ ശക്തനായ നേതാവായിരുന്നു കേരളം മുഴുവൻ. പക്ഷേ ആ MV രാഘവൻ അഴീക്കോടാണ് മത്സരിച്ചത്. അദ്ദേഹം കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട അദ്ദേഹം പിന്നെ സ്വീകരിച്ച നയം ആ കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും യോജിച്ച് മത്സരിക്കുന്ന കാഴ്ചയാണ് അഴീക്കോട് കണ്ടത്. അന്ന് MVR ജയിച്ചില്ലേ 87? അതുപോലെ അത് ഞാൻ പറഞ്ഞു വരുന്നത് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, ഇവിടെ രാഷ്ട്രീയ നയമാണ്. അന്ന് MV രാഘവനെതിരായിട്ട് ശക്തമായി നിന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീട് ആ മണ്ഡലത്തിൽ MV രാഘവൻ ജയിച്ചു വന്നിട്ടില്ല, പിന്നെ അവിടെ നിൽക്കാനും മത്സരിക്കാനും തയ്യാറായിട്ടില്ല. അന്ന് ചെറിയൊരു വോട്ടിന് കടന്നുപോയി എന്നുള്ളത് ശരിയാണ്. അന്ന് അതുപോലെ പല സംഭവങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒരു പുതുമയായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ അത്ര വലിയ ഗൗരവമുള്ള വിഷയമേ അല്ല. കുഞ്ഞികൃഷ്ണനെ പാർട്ടി നടപടിയെടുത്തതാണ്. പാർട്ടി നടപടിയെടുത്തു. അങ്ങനെ നിന്ന കുഞ്ഞികൃഷ്ണൻ ഒരു ദിവസം കാണാം കുറേ പാർട്ടി വിരുദ്ധന്മാരെയെല്ലാം വിളിച്ചു ചേർത്ത് പിന്നെ കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നു. അങ്ങനെ എത്രയാളെ മത്സരിക്കുന്നുണ്ട്? ആ മത്സരിക്കുന്നതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. G. സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് കൂടി ഉണ്ട് ആ കൂട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകമാക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് MV രാഘവനെ പോലെ ഉയർന്ന നേതാക്കന്മാരാരുമല്ല ഇവർ. അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചതാണ് കേരളത്തിലെ LDF, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ പാർട്ടി ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടാലേ ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചാൽ മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്
SDPIയുടെ വോട്ട് ആർക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ SDPI ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ അതിന് കൃത്യമായി SDPIയുടെ വോട്ട് വേണ്ട എന്നൊരു വാചകം പറഞ്ഞില്ല, MA ബേബി പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. SDPIയുടെ വോട്ട് വേണോ LDFന്? അങ്ങനെ ഒരു ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളതല്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജനങ്ങളുടെ വോട്ടവകാശം ഓരോ നേതാവിൻ്റെയും പോക്കറ്റിലാണെന്നാണ്, ഓരോ പാർട്ടിയുടെയും പോക്കറ്റിലാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിൻ്റെ LDFിൻ്റെ ലക്ഷ്യം ജനങ്ങളെ ഞങ്ങളെ പിന്നിൽ അണിനിരത്തുക എന്നുള്ളതാണ്. ആ ജനങ്ങളെ ഞങ്ങളെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളെ അടിത്തറ വിപുലീകരിക്കുക, ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളെല്ലാം സമാഹരിക്കും. അങ്ങനെ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വോട്ടർമാരിൽ ഇല്ലാതാക്കിയെടുക്കുക, ഇടതുപക്ഷ അനുകൂല മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്. അല്ല, RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ട്, അതുപോലെ SDPIയുടെ വോട്ട് വേണ്ട അങ്ങനെ പറയുന്നില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല നിലപാട് സ്വീകരിക്കും. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് ഞങ്ങൾ VMS തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നു അത്. അതിന് നല്ല ഫലം കണ്ടു. അത് ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എല്ലാ പാർട്ടികളോടും എല്ലാവരോടും എല്ലാ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന നയമാണ് എന്നുള്ളതാണ് തെറ്റായ ധാരണ. ആ ധാരണ തിരുത്തി പോകേണ്ടതാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തൊരു തുടർച്ചയായ ഗവൺമെൻറ് ഭരണം, അതുപോലെ 957 മുതൽ ഇന്ന് വരെയുള്ള കേരളത്തിൻ്റെ വളർച്ച, ഇന്ന് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സംഭാവന, അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കേരള സമൂഹത്തെ 3.5 കോടി മലയാളികളുടെ ജന്മനാടായ കേരളം, ആ കേരള സമൂഹത്തെ അഭിവൃദ്ധിയിലേക്ക് ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ നയത്തിന് വോട്ട് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കും. 2 തവണ, ഇപ്പോൾ കഴിഞ്ഞ തവണ 2016-ലും 2021-ലും ഈ പറഞ്ഞ ശക്തികളുടെ ഒന്നും വോട്ട് ആവശ്യം വന്നില്ലല്ലോ ഈ പറഞ്ഞ കാര്യത്തിനൊന്നും. അപ്പോൾ ഇപ്പം എന്താ അതിലൊരു പ്രത്യേക സാഹചര്യം? ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേക സാഹചര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ തുടർച്ചയായി ഒരു ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തി. ആ നടപ്പിൽ വരുത്തിയ കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനും ഇനിയും കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ജനങ്ങൾ ഞങ്ങളെ നല്ലതുപോലെ സഹായിച്ചു. 92 സീറ്റിൽ നിന്നും ഞങ്ങൾ 99-ലെത്തി. ആ 99-ൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇനിയും കേരളത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. അതിന് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു. ആ മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിലെ ജനങ്ങളോടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എല്ലാ വിഭാഗക്കാരും പെടും, അത് SDPIക്കാരായാലും ആരായാലും എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും. നിങ്ങൾ ഒരാളെ വോട്ട് ഓരോ വോട്ടിനും പ്രത്യേകത, ഒന്ന് വിഷമുള്ളത്, ഒന്ന് വിഷമില്ലാത്തത്, ഒന്ന് പുണ്യം, മറ്റൊന്ന് അങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ തെറ്റാണ്. ഞങ്ങൾ കാണുന്നത് ബഹുജനങ്ങളെയാണ്. കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതൊരു നയം വെച്ചിട്ടാണ്. ഞങ്ങളിത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളോട് മാത്രമാണ്. കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളം കാണൂ. നമ്മളെ കടന്നു പോകുന്ന തീ നോക്കൂ, ഈ നാഷണൽ ഹൈവേ 66. അല്ല, ബഹുജനങ്ങളോട് ചോദിക്കുന്ന പോലെയാണോ അത് തന്നെ പാർട്ടിക്ക്? അത് ഞാൻ പറയാം, പാർട്ടിയുടെ പോക്കറ്റിലാണ് വോട്ട് എന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. ഇവിടെ ബഹുജനങ്ങളാണ് വോട്ടർമാർ. ആ ബഹുജനങ്ങൾക്കിടയിൽ പല സംഘടനകളും പാർട്ടികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും. ഞങ്ങൾ ബഹുജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥനയും ഞങ്ങളുടെ നിലപാടുകളും എല്ലാ പാർട്ടിക്കകത്തും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഈ SDPI ഒരു വർഗീയ പാർട്ടിയല്ലേ? അങ്ങനെ അല്ലാന്ന അഭിപ്രായമുണ്ടോ CPM-ന്? ഞാൻ ചോദിക്കുന്നത് ഇവിടെ വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നുള്ള രാഷ്ട്രീയ വിശകലനമല്ല ഞങ്ങളിപ്പോൾ നടത്തുന്നത്. ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം, ആ കേരളത്തിൻ്റെ അഭിവൃദ്ധിയാണ്, ആ കേരളത്തിൻ്റെ ഉയർച്ചയാണ്, ആ കേരള സമൂഹത്തിൻ്റെ ആകെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. അതിനെല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വിപുലീകരിക്കണം. ഇന്ന് സാർവദേശീയ ദേശീയ കേരള രംഗത്ത് ഇടതുപക്ഷമാണ് ശക്തിപ്പെടേണ്ടത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ രാജ്യം തകർച്ചയിലെത്തും. ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നവും അതാണ്.
ഇപ്പോൾ യുദ്ധമല്ലേ? എന്താ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം? അമേരിക്കൻ ആധിപത്യം, അമേരിക്കൻ സാമ്രാജ്യത്വം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം എത്ര ഉത്കണ്ഠയുണ്ട്, നമ്മുടെ കേരളക്കാർക്ക് എത്ര ഉത്കണ്ഠയുണ്ട്. എന്തുകൊണ്ടാണ് യുദ്ധം? ആ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ യുദ്ധം ഉണ്ടാകുമായിരുന്നോ? ആ സോവിയറ്റ് യൂണിയനെ തകർത്തു, ഇടതുപക്ഷം ദുർബലപ്പെട്ടു. അതിൻ്റെ മഹാവിപത്താണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ പ്രശ്നം എന്താ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷം ശക്തമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും എതിരായി ശക്തമായി പോരാട്ടം നടത്താൻ, ജനങ്ങളെ ആകെ ഒന്നിച്ചണിനിരത്താൻ, എല്ലാ ഇടതുപക്ഷ മതേതര ശക്തികളെയും ഒന്നിപ്പിക്കാൻ, BJP വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാൻ ശക്തമായി ഇടപെടാൻ കഴിയുമായിരുന്നു. ഇടതുപക്ഷം ദുർബലപ്പെട്ടുപോയി. ആ ഇടതുപക്ഷം ദുർബലപ്പെടരുത്. കേരളത്തിൽ ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ കേരളത്തിന് ആകെ നാശമാണ്, കേരളത്തിന് നഷ്ടമാണ്, കേരള സമൂഹത്തിന് ആപത്താണ്. അത് ഇന്ത്യൻ സമൂഹത്തിന് പിന്നോട്ടടി ഉണ്ടാക്കും. അതുണ്ടാകരുത്. അതുകൊണ്ട് ജനങ്ങളെ, എല്ലാ പാർട്ടിയിലും മതത്തിലും വിശ്വാസത്തിലുമുള്ള ജാതിയിലും പെട്ട ജനങ്ങളെ, നിങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കൂ. ശ്രീ പി ജയരാജൻ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു കൂട്ടുകെട്ടിനെ പറ്റി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരുന്ന പാർട്ടിയാണ് CPM. ഏറ്റവും രൂക്ഷമായ വിമർശനമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വീണ്ടും ശ്രീ AK ബാലനും അടക്കമുള്ളവരൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ CPM എന്താ അർഹതയാണുള്ളത്? അവരും അവർക്ക് കിട്ടാവുന്ന എല്ലാ വോട്ടും സംഭരിക്കുകയല്ലേ? ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ഓരോ പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ചും വിമർശിക്കും. അത് സ്വാഭാവികമാണ്. അന്ന് കോൺഗ്രസ് ചെയ്തിരിക്കുന്ന ചില നിലപാടുകളും അവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുമ്പോൾ അവരോട് പറയും, നിങ്ങൾ പറയുന്നത് ഇതാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്. അങ്ങനെ വിമർശനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനതിൽ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? അന്ന് വിമർശിച്ചിട്ടുണ്ടാകും, അന്ന് രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ടാകും. അല്ല, ഇതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുമായിട്ട് ഡീലുണ്ട് എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളുടെ 10 കൊല്ലം ഇതാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരും BJPയുടെ ഡീല്, SDP-യുടെ ഡീല്, ഇതൊക്കെയാണ് ചർച്ചയാവുന്നത്. അതായത് ഇടതുപക്ഷം വീണ്ടും കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ തിളക്കമാർന്ന വിജയത്തിന് മങ്ങലേൽപ്പിക്കാൻ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേലയാണിത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയാം. കോൺഗ്രസും BJPയും ഡീല് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു 2 മാസമായിട്ടില്ലല്ലോ ഹരിയാന രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ഹരിയാനയിൽ രാജ്യസഭയിലേക്ക് BJP തിരഞ്ഞെടുക്കപ്പെട്ടത്? കോൺഗ്രസ് MPമാർ കൂറുമാറി വോട്ട് ചെയ്യാഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ജയിച്ചു വന്നു. നിങ്ങൾ നോക്ക്, ഡൽഹിയിലുള്ളൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പിന്നെ ഇപ്പോൾ അവർ പഞ്ചാബിലൊക്കെ അവർ സ്വാധീനം നേടിയിട്ടുണ്ട്. കേജ്രിവാളിൻ്റെ പാർട്ടി ആം ആദ്മി. ആ പാർട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിരുന്നോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ED അധികാര ദുർവിനിയോഗം നടത്തി ഒരു മുഖ്യമന്ത്രിയല്ലേ പിടിച്ചുകൊണ്ടുപോയി ജയിലിനകത്തിട്ടത്? എത്ര ക്രൂരമായ നടപടിയായിരുന്നു! അവിടുത്തെ ഒരു സംസ്ഥാന മന്ത്രിയല്ലേ പിടിച്ചുകൊണ്ട് ജയിലിനകത്തിട്ടത്? എത്ര തെറ്റായ നിലപാടായിരുന്നു! കോൺഗ്രസ് ആരോടൊപ്പമായിരുന്നു? ആ BJPയോടൊപ്പമായിരുന്നു. കേജ്രിവാൾ ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ച, RSS വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയായിരുന്നു, ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം അദ്ദേഹം ജയിലിൽ വെച്ച സംസ്ഥാന ഭരണം നിർവഹിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എത്രമാത്രം അപമാനകരമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. ആരോടൊപ്പമായിരുന്നു കോൺഗ്രസ്? ആ കേജ്രിവാളിനോടൊപ്പമായിരുന്നോ? തീർച്ചയായും അല്ല, BJPയോടൊപ്പമായിരുന്നോ? അതിനുശേഷം അവിടെ അദ്ദേഹം കോടതിയിൽ പോയി. സുപ്രീം കോടതി അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. റിലീസ് ചെയ്തു. അദ്ദേഹം പുറത്തു വന്നു. ആ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ കേജ്രിവാൾ ശക്തമായി BJP വിരുദ്ധ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. നല്ല ശക്തമായ നിലപാട് സ്വീകരിച്ചു. അവിടെ എന്താ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്? ആ BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തി. BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുക മാത്രമല്ല, അവിടെ 70 സീറ്റാണ് അസംബ്ലിയിലേക്ക്. 70 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചു. ഫലം 65 സീറ്റിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശില്ല. 70ലും തോറ്റു. ഇന്ന് കോൺഗ്രസ് ഉണ്ടോ ഡൽഹിയിൽ? ആരാ ഉണ്ടാക്കി വെച്ചത്? ആരാ ഡീൽ? ആരാ ഐക്യം? കോൺഗ്രസ് പാർട്ടിയല്ലേ. അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? അവർ കേരളത്തിൽ അവരുടെ മുഖ്യ ശത്രു ആരാ? ഇടതുപക്ഷമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? BJP ആണോ? RSS ആണോ?
അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ രംഗത്ത് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, അവരംഗീകരിക്കുന്ന നയത്തിന് വിരുദ്ധമാണ്. ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ന് സുശക്തമായ വർഗീയ വിരുദ്ധ, RSS വിരുദ്ധ, BJP വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ദൗത്യമാണോ ഇന്ന് കോൺഗ്രസ് സ്വീകരിക്കുന്നത്? അവരെവിടെ ചെന്നെത്തി? ശരി. ഈ തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജൻ വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. എല്ലായിടത്തും പ്രചരണത്തിന് പോകുന്നുണ്ടോ? പ്രചരണമൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു ഫീൽ എന്താണ്? വീണ്ടും ഒരു സർക്കാർ കൂടി വരുമെന്നുള്ള ഒരു ഉറപ്പുണ്ടോ? ഞാൻ പ്രധാനമായിട്ടും ഇവിടെ കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. എന്നാൽ മറ്റ് ജില്ലകളിലൊക്കെ ഞാൻ അവിടുത്തെ മുന്നണിയെയും പാർട്ടിയെയും സഹായിക്കാൻ കഴിയാവുന്നത്ര സമയം അവർക്ക് വേണ്ടി കൂടി അവരുമായിട്ടൊക്കെ സഹകരിച്ച് ഇപ്പോൾ കോഴിക്കോട്, അതുപോലെ തന്നെ എറണാകുളം ഒക്കെയുള്ള ജില്ലകളിലും ഞാൻ പരമാവധി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാലും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ജില്ലകളിലൊക്കെ പോകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരണമെന്നാണ്. അത് ഒരു പൊതു ട്രെൻഡായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ട്രെൻഡ് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. ശക്തമായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ എനിക്ക് പരിചയമുള്ളതാണ് കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡിലെയും എല്ലാ പ്രദേശങ്ങളും. ഞാൻ പണ്ട് കാസർഗോഡും കണ്ണൂരും ഒരു ജില്ലയായിരുന്ന അവസരത്തിൽ, വയനാടും ഒരു ജില്ലയായിരുന്ന അവസരത്തിൽ അത് വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ച ആളാണ്, യുവജന രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. എനിക്ക് ഇവിടുത്തെ വില്ലേജുകളും അതുപോലെ പഞ്ചായത്തുകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധവും പരിചയവും നിശ്ചയമുള്ള ഒരാളാണ്. ആ നിലയിൽ എൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ ഞാൻ ഈ മേഖലകളിലെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ഇ പി ജയരാജൻ. എന്തായാലും ഈ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങളുടെ കൂടെ ഇലക്ഷൻ ബസ്സിൽ ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് ഒരു മികച്ച വിജയം LDF-നും CPM-നും സംസ്ഥാനത്തുടനീളം ഉണ്ടാവട്ടെ, കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിനും അതുപോലെ നല്ല നിരീക്ഷണത്തിനും രാഷ്ട്രീയ കാര്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ട് ഇത്തരമൊരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തിയതിൽ ഇടതുപക്ഷ മുന്നണിക്ക് നിങ്ങളോട് വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമുണ്ട്. ആ നന്ദി കൂടി ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.